RSSനെ നേരിടുക, RSSനെ ഇല്ലാണ്ടാക്കുക എന്നതല്ല SDPIയുടെ ലക്ഷ്യമെന്ന SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി അയനാത്ത്. ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാട് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് നീതിയും അവകാശവും ലഭിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് SDPI നടത്തുന്നതെന്നും അൻസാരി അയനാത്ത് അടിമാലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടുക്കിയിലെ 5 മണ്ഡലം ഉൾപ്പെടെ ഏകദേശം സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളുടെ നിലപാട് സംസ്ഥാന പ്രസിഡന്റ് പറയും. നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് നിയമസഭാ മണ്ഡലം മാത്രമാണ്. അവിടെ LDFന് പിന്തുണ കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് മണ്ഡലങ്ങൾ സെക്രട്ടറിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP ശക്തി ആർജിക്കുന്ന മണ്ഡലം, BJPക്ക് ശക്തിയില്ലാത്ത മണ്ഡലം എന്ന് വേർതിരിച്ചൊരു പാർട്ടിയല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല SDPI നടത്തുന്നത്. SDPI രൂപീകരിച്ചത് RSS BJP ഭരിക്കുമ്പോഴുമല്ല, കോൺഗ്രസ് അന്ന് ഭരിക്കുമ്പോഴാണ്. അപ്പം SDPയുടെ ലക്ഷ്യം RSSനെ നേരിടുക, RSSനെ ഇല്ലാതാക്കുക എന്നതല്ല. RSS നാളെ നിരോധിച്ചാൽ അതിൻ്റെ പിറ്റേന്ന് SDPI നിരോധിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും SDPയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ രാജ്യത്തുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അവകാശവും നീതിയും ലഭിക്കുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവിടെ SDPI വരുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുന്നില്ല.